ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ ഒരു കുർത്തിയുടെ കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഓർഗൻസ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോലുള്ള അമ്മമാർക്കൊക്കെ ഇടാനായിട്ട് സിമ്പിളായിട്ടുള്ള ഒരു കുർത്തിയാണ് നമ്മൾ ചെയ്യുന്നത്, ലൈനിങ്. അപ്പോൾ ഇത് അറിയാത്തവർക്കൊക്കെ ഇത് കണ്ടാൽ മനസ്സിലാവും കേട്ടോ പെട്ടെന്ന് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലൊരു ഓർഗൻസ മെറ്റീരിയൽ കുറേ നാളായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ചെയ്യാണ്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ ഒരു ഓർഗൻസ കൊണ്ട് ഒരു കുർത്തി തയ്ക്കാമെന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും, പക്ഷേ ഇതിലിപ്പോൾ അറിയാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിന് 2.5 മീറ്റർ തുണി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ 2.5 തന്നെ ലൈനിങ് ഉണ്ടായിരുന്നു കേട്ടോ. അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ലൈനിങ്ങിന് തുണി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണോ നമ്മൾ മടക്കുക അതുപോലെ തന്നെ മടക്കിയിടുക. 4 ഫോൾഡിൽ മടക്കിയിട്ട് ഫോൾഡഡ് സൈഡ് എൻ്റെ ഭാഗത്തേക്കാണ് വരിക. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ സാധാരണ മെഷർമെൻറ്റുകൾ നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് ഇപ്പോൾ എനിക്ക് ഈ ഒരു ഇതിൽ ഉള്ളത് 40 ഇഞ്ച് ലെങ്ത്താണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. പക്ഷേ മെയിൻ ക്ലോത്തിൽ ഞാൻ 42 43 എടുക്കും. കാരണം 2 ഇഞ്ച് കൂടുതൽ എടുക്കുമല്ലോ നമ്മൾ മെയിൻ ക്ലോത്തിൽ. അപ്പോൾ ഇതിൽ ഞാൻ 40 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിന് ഇനിയും നമുക്ക് ഇതിൻ്റെ ഷോൾഡറുകൾ നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഫുൾ ഷോൾഡറിൻ്റെ പകുതി എന്ന് പറയുന്നത് 7.5 ഇഞ്ചാണ് എനിക്ക് വരുന്നത്. അപ്പോൾ 7.5 ഇഞ്ചാണ് ഞാൻ എൻ്റെ ഷോൾഡറിൻ്റെ ഇത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഷോൾഡർ കൊടുക്കുന്നുണ്ട്. ആ 7.5 ഇഞ്ച് തന്നെയാണ് നമ്മൾ ആം ഹോളും കൊടുക്കണം. ഞാൻ ആം ഹോളും 7.5 ഇഞ്ച് തന്നെയാണ്. നമുക്ക് എത്രയാണോ ഷോൾഡർ എടുക്കണം അത്ര തന്നെ നമ്മൾ ആം ഹോളും കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് അറിയാത്തവർക്കും കൂടിയിട്ട് ഉദ്ദേശിച്ചിട്ടാണ് മെയിനായിട്ട് കേട്ടോ. പിന്നെ എൻ്റെ ചെസ്റ്റിൻ്റെ 40ആണ്. അപ്പോൾ 40ൻ്റെ 4 ഭാഗമാണ് നമ്മൾ 10. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് ഞാൻ എപ്പോഴും കൊടുക്കണ പോലെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ. എന്നിട്ട് നമ്മൾ അതൊന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ടൊന്ന് വരച്ചെടുക്കുക. ഇനി നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴോട്ട് നമ്മുടെ ആ ഒരു ഷേപ്പിൻ്റെ ഭാഗത്തേക്ക് എത്രയും കൊടുക്കണമെന്ന് വെച്ചാൽ ഞാനൊരു 15 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു. ഇനി അവിടുത്തെ നമ്മുടെ വണ്ണം, അപ്പോൾ 14 ഇഞ്ചിൽ നമുക്ക് എത്രയാണോ വണ്ണം വരണം ഓരോരുത്തരും എടുത്ത് നോക്കുക. അതിൻ്റെ 4 ഭാഗം കണക്കാക്കുക. അപ്പോൾ എനിക്ക് വരുന്ന 4 ഭാഗം 8.75 ആണ്. അപ്പോൾ അത് ഞാൻ അവിടെ അടയാളപ്പെടുത്തി കൊടുത്തു ആ ഒരു ലൈനിൽ. അതിനുശേഷം നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തു കണ്ടോ. ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ ചുറ്റളവ് കിട്ടുക ആ ഒരു അളവിൻ്റെ 4 ഭാഗമാണ് അടയാളപ്പെടുത്തുന്നത്. ഹിപ്പിന് നമ്മൾ ഷോൾഡറിൽ നിന്ന് ഒരു 20 ഇഞ്ചൊക്കെ നമുക്ക് സ്ലിറ്റൊക്കെ ഇടാനുള്ള ഒരു ഭാഗം ഉണ്ടാവില്ലേ, 20 ഇഞ്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചിട്ടു. ഇനി നമ്മൾ അവിടുത്തെ അളവ് എടുക്കുക, നമ്മുടെ തന്നെ അളവ് എടുത്ത് നോക്കുക. അപ്പോൾ എനിക്ക് വരുന്നത് 10.25 ഇഞ്ചാണ്. അതായത് ഇതിൻ്റെ നമ്മുടെ അവിടുത്തെ അളവിൻ്റെ 4 ഭാഗമാണ് 10.25 ഇഞ്ച്. ആ 10.25 ഇഞ്ചിൻ്റെ കൂടെ ഞാൻ 1 ഇഞ്ച് സീം അലവൻസേ കൊടുക്കണുള്ളൂ. കാരണം നമ്മുടെ സ്ലിറ്റിൻ്റെ ആ ഭാഗത്ത് 1 ഇഞ്ച് സീം അലവൻസ് നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവിടെ തുണി ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കും കേട്ടോ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ താഴെ ഏറ്റവും അടിയിൽ ഞാനിപ്പോൾ ഒരു 13.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ഇത്തിരി ലൈൻ പോലെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ആവാം കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ്. അപ്പോൾ ഞാൻ 1 ഇഞ്ച് സീം അലവൻസിൽ താഴോട്ട് ഞാൻ വരച്ചു കൊടുത്തു. ഈ ഒരു ഇതിൽ നമ്മൾ ഇനി കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ മുകളിൽ ഒരളവ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിലേക്ക് പോവാം നമുക്ക്. അപ്പോൾ ഞാൻ ഇവിടെ ആം ഹോളിൻ്റെ ഭാഗം, അപ്പോൾ ആം ഹോളിൻ്റെ ഭാഗം നമ്മൾ 7.5 ഇഞ്ചാണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ആ 7.5 ഇഞ്ചിൻ്റെ കണ്ടോ ഒരു 1/2 ഇഞ്ച് നമ്മളിത് ഇതുപോലെ ഒരു ഷോൾഡർ സ്ലോപ്പ്. അപ്പം നമുക്ക് മിക്കവാറും ഷോൾഡറിന് ചെരിഞ്ഞുണ്ടാവും, അതിന് വേണ്ടി 1/2 ഇഞ്ച് കൊടുക്കുക. എന്നിട്ട് ആ ഷോൾഡർ ലൈൻ്റെ പകുതി ഞാൻ അടയാളപ്പെടുത്തി കണ്ടല്ലോ. ഇനി ആ കോർണറിൽ നിന്ന് ഇതുപോലെ 1.5 ഇഞ്ച് ബാക്ക് ആം ഹോളാണ് നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ. ഇതുപോലെ ഫ്രഞ്ച് കർവ് വെച്ചോ അതുപോലെ തന്നെ ആ ഒരു ചെസ്റ്റിൻ്റെ പോയിന്റിലേക്ക് നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ടോ ചെയ്യാം. ഇനി നമ്മളൊന്ന് അളന്ന് നോക്കുക. എൻ്റെ ആം ഹോളിൻ്റെ പകുതി 8.25 എനിക്ക് കറക്റ്റ് 8.25 തന്നെ അളന്ന് നോക്കുമ്പോൾ എനിക്ക് വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് ഒരു 1/2 ഇഞ്ച് മുന്നോട്ട് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വരയ്ക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കുക നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കണ്ടോ. ഇനിയിപ്പോൾ കുഴിച്ച് വരയ്ക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത് അത്ര വലിയ വ്യത്യാസങ്ങളൊന്നും വരില്ല കേട്ടോ. ഇത് നമുക്ക് ആ ബാക്ക് ആം ഹോളിൽ കൂടെ താഴോട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എങ്ങനെയാണോ ഒരു നോർമൽ കുർത്തി ചെയ്യണം അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈനിങ് ചെയ്യണം. നമ്മുടെ മെയിൻ ക്ലോത്തിന് മാത്രമാണ് ചെറിയ വ്യത്യാസമുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ ആ കുഴിച്ച ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഫ്രണ്ട് പാർട്ടിൻ്റെ മാത്രം എടുത്തിട്ട് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് ഞാനിപ്പോൾ ഇതിൻ്റെ മെയിൻ ക്ലോത്തിൽ ഞാൻ ചെയ്യണത് ഒരു വ്യത്യാസത്തിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ടൊരു 14 ഇഞ്ച് ലെങ്ത്തിൽ, അതായത് നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ വരെ ഞാനൊരു പീസ് കട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത്. യോക്ക് പോലെ ആണ് വെക്കണത് മെയിൻ ക്ലോത്തിൽ മാത്രം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തുണി ഇതുപോലെ 4 മടക്കി വെച്ചിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഒരു 15 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ.
അപ്പോൾ ഞാനൊരു 15 ഇഞ്ച് ലെങ്ത്തിൽ അവിടെ ഒരു പീസ് വെച്ചിട്ട് താഴേക്ക് സ്കേർട്ട് പോലെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ദേ ഇതുപോലൊരു പീസ് ദേ 4ആയിട്ട് മടക്കി വെച്ച് ദേ കണ്ടോ, ഇതുപോലൊരു പീസ് ദേ ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ് കേട്ടോ. ആ മുകളിലേക്ക് ഒരു ചെറിയൊരു പീസ് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ സാധാരണ കുർത്തി തയ്ക്കണ പോലെ തയ്ച്ചെടുത്താൽ മതി. ഞാൻ പിന്നെ എനിക്കിതിരി ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് തടിയുള്ള കാരണം കൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് 15 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തടിയുള്ള കാരണം കൊണ്ട് ഞാനൊരു 15 ഇഞ്ചിൽ ദേ ഇതുപോലെ എടുത്ത് ഞാൻ ഈ ഒരു ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്ത് അവിടെ ഒരു ഡാർട്ട് കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യാറ്. ഇതും അതുപോലെ തന്നെയാണ് ചെയ്തത്. എല്ലാ കുർത്തി അങ്ങനെ ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ എങ്ങനെ ചെയ്യേണ്ട, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു 15 ഇഞ്ച് ലെങ്ത്ത് കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ നേരത്തെ അതായത് നമ്മുടെ ലൈനിങ് ക്ലോത്തിൽ എത്രയാണോ ഷോൾഡർ, എത്രയാണോ ആം ഹോൾ കൊടുത്തത് അതേ അളവ് തന്നെ നമ്മുടെ ഇതിലും കൊടുക്കുക കേട്ടോ, നമ്മുടെ ഈ ഒരു പോയിന്റിൽ. കാരണം നമ്മുടെ കറക്റ്റ് ആ മുകളിലത്തെ ആ ഒരു ഭാഗം അങ്ങനെ തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ ആ കൊടുത്ത അളവുകൾ, ആ ലൈനിങ്ങിൽ കൊടുത്ത അതേ അളവുകൾ തന്നെ ഇതുപോലെ കൊടുത്തെടുക്കുക. അത് ഞാൻ വീണ്ടും പറയണ്ടല്ലോ, നിങ്ങൾക്കുള്ള അളവ്, നിങ്ങളുടെ എത്രയാണോ അളവ് കൊടുത്തത് അളവ് നിങ്ങൾ കൊടുക്കുക. ഞാൻ എൻ്റെ അളവ് കൊടുത്തിട്ടുണ്ട്. താഴെ വേസ്റ്റിൻ്റെ ഭാഗം വരുമ്പോൾ നമ്മുടെ അളവ് കൊടുത്തതിന് ശേഷം 1 ഇഞ്ച് ഞാൻ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഒരു ഡാർട്ട് കൊടുക്കുന്നു, അതിന് വേണ്ടി 1 ഇഞ്ച്. അതിന് ശേഷമാണ് ഞാൻ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ സീം അലവൻസിലേക്ക് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ച് കൊടുത്തു. നമ്മൾ എക്സ്ട്രാ 1 ഇഞ്ച് താഴെ ആഡ് ചെയ്തിട്ടുണ്ട്, അത് ഡാർട്ടിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞുതരാം. നമ്മളിവിടെ കുഴിച്ച് വരയ്ക്കണില്ല കേട്ടോ ഇപ്പോൾ തൽക്കാലം. ഞാൻ പറയാം കുഴിച്ച് വരയ്ക്കണത്. അപ്പോൾ അതിന് ശേഷം ഇതുപോലെ നമ്മുടെ ആ ഒരു ഇഞ്ച് ഡാർട്ടില്ലേ, ആ ഒരു ഡാർട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഒരു 4 ഇഞ്ച്, ഈ ഒരു അളവിന് 4 ഇഞ്ച്, ഇതിന് ചെറിയ അളവാണെങ്കിൽ ഒരു 3.5 ഇഞ്ച് മതിയോ കേട്ടോ. പിന്നെ ഒരു ഹൈറ്റ് ഒരു 5.5 ഇഞ്ചിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതിൻ്റെ ഒരു നീളം ഒരു 5.5 ഇഞ്ച് ഹൈറ്റിൽ നമ്മൾ ഡാർട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ 4 പുറത്തും നമ്മൾ 4 ഭാഗത്തും, അതായത് ഫ്രണ്ടിലും ബാക്കിലും 2 സൈഡിലായിട്ട് നമ്മൾ ഈ ഡാർട്ട് കൊടുക്കണം. അപ്പോൾ 1/2 ഇഞ്ച് അപ്പുറത്തോട്ടും 1/2 ഇഞ്ച് ഇപ്പുറത്തോട്ടും ആയിട്ട് ഒരു ഡാർട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതുപോലെ ബാക്കിലുണ്ടാവും ഇതുപോലെ 2 ഡാർട്ടുകൾ കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാ ഭാഗത്തും ഡാർട്ട് ഇട്ടിട്ടാണ് ഞാൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ കൊടുത്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഡാർട്ട് വേണ്ടെങ്കിൽ വേണ്ട, അങ്ങനെ. ഇനി നമ്മളിതേ ഇതുപോലെ നമ്മുടെ ആ ഒരു ബാക്ക് ആം ഹോളിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് വരയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുഴിച്ച് വരച്ചിട്ടില്ല, അത് നമ്മൾ വരയ്ക്കാൻ പോവാണ് കേട്ടോ. അതിൽ നിന്നപ്പോൾ ബാക്ക് ആം ഹോള് നമ്മൾ മാറ്റിയെടുത്തു. അതിനുശേഷം ഫ്രണ്ട് ആം ഹോള് നമ്മൾ ഇതിലേക്ക് എടുത്തു കേട്ടോ. നമ്മൾ ഫ്രണ്ട് ആം ഹോള്, കാരണം അത് ബാക്കിലേക്ക് വരേണ്ട പീസ്, ബാക്കിലേക്ക് വരേണ്ടത് ബാക്കിലേക്ക് തന്നെ, ഫ്രണ്ടിലേക്കുള്ളത് ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ. അപ്പോൾ ഇതുപോലെ കുഴിച്ച് വരച്ചെടുത്തു കണ്ടോ. ഇനി നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ, ആ ഒരു ഭാഗം കണ്ടോ. ഇത് ബാക്ക് ആം ഹോള്, ഇത് ഒരെണ്ണം ഫ്രണ്ട് ആം ഹോളായിട്ട് മാറ്റിയെടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ സ്കേർട്ടിൻ്റെ ഭാഗം, അപ്പം ഞാൻ ഈ തുണി 4ആയിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് വീതിയിൽ അത്യാവശ്യം വീതി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീതിയിലാണ് 4ആയിട്ട് മടക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഫോൾഡഡ് സൈഡ് എൻ്റെ ഭാഗത്തേക്കാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണേ അതുപോലെ നിങ്ങളുടെ തുണീനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മടക്കി വയ്ക്കുക. നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ. ഞാൻ പല വീഡിയോയിൽ ഞാനത് പറഞ്ഞതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ഞാനൊരു 43 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. എൻ്റെ ലൈനിങ്ങിന് 40 ഇഞ്ചുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ ഫോൾഡഡ് സൈഡിലാന്ന് ഓർമ്മിപ്പിക്കണു, താഴോട്ട് കണ്ട എൻ്റെ ആ വീതിയിൽ എനിക്കത് കിട്ടി, ആവശ്യമുള്ള അത്ര കിട്ടി. നിങ്ങൾക്ക് ലെങ്ത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു തുണി വെച്ച് കൊടുത്തിട്ടാണ് നമ്മുടെ ഇതിൻ്റെ മെഷർമെൻറ്റുകൾ നമ്മൾ പറയണത്, ആ ലൈനിങ്ങിൻ്റെ. അതെങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എടുക്കുമ്പോൾ നമ്മുടെ ആ ലൈനിങ്ങിൻ്റെ ഫോൾഡഡ് സൈഡും അതുപോലെ തന്നെ നമ്മുടെ ആ തുണിയുടെ ആ ഫോൾഡഡ് സൈഡിൽ അത് ഒരുപോലെ തന്നെ വരണം, ഒരേ സൈഡിൽ തന്നെ വരണം കേട്ടോ. ഇത് നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗമില്ലേ, അത് ഞാൻ എങ്ങനെയാണ് വരണതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കൺഫ്യൂഷൻ ഉള്ളവർക്ക് അത് മനസ്സിലാവും. ഇതുപോലെ നമ്മൾ നിർത്തിയിടുക. അപ്പോൾ നിവർത്തിയിട്ടിട്ട് അതിന് ശേഷം താണ്ട നമ്മൾ ആ ഒരു 14 ഇഞ്ച് വരെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, കണ്ടില്ലേ. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചതാണ്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്കിനി വേണ്ട. അപ്പോൾ താഴത്തേക്കുള്ള ഭാഗമാണ് നമുക്ക് വേണ്ടു കണ്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു പോയിന്റിൽ വെച്ച് നമ്മൾ ഇതൊന്ന് മടക്കി കൊടുക്കുക കണ്ടോ. ഈ തുണി ഒന്ന് മടക്കി കൊടുത്തു. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ നോർമൽ അവിടെ കൊടുക്കാതെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ഞാനൊരു കണ്ടോ താഴത്തെ നമ്മുടെ മെയിൻ ക്ലോത്തിന് ഒരു 3 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തു, ലൈനിങ്ങിനേക്കാളും ഒരു 3 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തു കേട്ടോ. അങ്ങനെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അങ്ങനെ വെച്ച് ഞാൻ കട്ട് ചെയ്തെടുത്തു കേട്ടോ. അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്താൽ മതി, ആ ലൈനിങ് പോലെ തന്നെ. ഒരു മാറ്റം പോലും നമ്മൾ വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തു. ആ സ്കേർട്ടിൻ്റെ ഭാഗം അതുപോലെ ഈ ഒരു മുകളിലത്തെ ഭാഗം കണ്ടില്ലേ. ഇനി നമ്മളിത് ജോയിൻ ചെയ്ത് കൊടുക്കുക. ജോയിൻ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഡാർട്ട് ഇട്ടിട്ടുണ്ടല്ലോ, ഇട്ടവർക്ക് ഇടാത്തവർക്ക് വേണ്ട. ഇട്ടവർ ഡാർട്ട് ഇട്ടിട്ട് വേണം ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ.
അപ്പോൾ ഞാൻ ദേ ഡാർട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാനിട്ട് രണ്ടും ജോയിൻ ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ. രണ്ട് പാർട്ടും ഇതുപോലെ ജോയിൻ ചെയ്ത് കൊണ്ടുവന്നു. ഇനി നമ്മുടെ ഒരു ലൈനിങ്, നമ്മുടെ ലൈനിങ്ങിനോടൊപ്പമായല്ലോ, ഇത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അതെ നമ്മുടെ ലൈനിങ്ങിനെ പോലെ തന്നെയായി. അപ്പോൾ ലൈനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ആ മെയിൻ ക്ലോത്തും ഒരുപോലെ വെച്ച് അതിൻ്റെ ചുറ്റും തയ്ച്ചു കൊടുക്കുക. തുണി അവിടെ നിന്ന് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ കൃത്യമായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് തയ്ച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു ലെവലിൽ നമുക്ക് കിട്ടും, തയ്ച്ചു വരും. ഇനി ഇതിൻ്റെ നെക്കിൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ എപ്പോഴും ക്യാൻവാസിലാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ക്യാൻവാസിൽ ചെയ്യുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ 4 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത് കൊടുത്തു. നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിലും ഫ്രണ്ടിലും ഒരേ ലെങ്ത്ത് തന്നെ ഞാൻ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് 5 ഇഞ്ച് തന്നെ കൊടുത്തില്ല, ബാക്കിൽ ഫ്രണ്ട് അത് രണ്ട് സ്ഥലത്തും ഞാൻ ക്യാൻവാസാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ലൈനിങ് വെച്ച് മറച്ചിടുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ ആക്കുന്നതുകൊണ്ടാണ്, ക്യാൻവാസിലാണ് ചെയ്യാൻ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യണത്. നിങ്ങൾ ലൈനിങ് വെച്ചിട്ട് മറച്ചെടുത്താലും മതി കേട്ടോ. നമ്മളൊരു എക്സ്ട്രാ 1 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കില്ലേ, ഇതുപോലെ നമ്മുടെ ചുറ്റും അടയാളപ്പെടുത്തി കൊടുക്കുക. ഈ ക്യാൻവാസ് വയ്ക്കുമ്പോൾ നെക്ക് എപ്പോഴും നല്ല ഫിനിഷിംഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്തിരി കട്ടി കുറഞ്ഞ ക്യാൻവാസ് എടുത്താൽ മതി. ഇതിനൊക്കെ നല്ല കട്ടിയുള്ളത് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വടി പോലെ നിൽക്കും. അത് ഇത്തിരി കട്ടി കുറഞ്ഞ ക്യാൻവാസുകൾ എടുത്തിട്ട് നമ്മളിതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ 1 ഇഞ്ച് തള്ളി ഇതുപോലെ വരച്ചെടുത്തു. അറിയാത്തവരെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഞാൻ കൂടുതലും പറയുന്നത്. പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഭാഗത്ത് നമ്മളൊരു 1/2 ഇഞ്ച് നമ്മളിത് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്താൽ നെക്ക് കറക്റ്റായിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ റേഞ്ച് അവിടെ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. എപ്പോൾ ക്യാൻവാസ് എടുക്കണമോ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ചെയ്യാനായിട്ട്. നമ്മൾ ആ തുണിയിലൊന്ന് പതിപ്പിച്ച് കൊണ്ടുവരിക. ഇനി അതിനുശേഷം നമ്മളിത് ഇതുപോലെ 4 മടക്കി വെച്ച പേപ്പർ എടുത്തു. നമ്മുടെ നോർമൽ ഒരു സ്ലീവാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 11 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ അളവുകളൊക്കെ വെച്ച് നമ്മുടെ ഒരു നോർമൽ സ്ലീവ് ഒരു പേപ്പറിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് ഇതിൽ ഒന്ന് പിൻ കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ തുണി കുറച്ചധികം വേണം, ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. താഴോട്ട് വന്നിട്ട് നമ്മൾ താഴോട്ട് നിന്ന് ഇതുപോലെ നമ്മളൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് ഇതുപോലെ ഒരു 5 ഇഞ്ച്, ഞാനിപ്പോൾ എനിക്ക് 5 ഇഞ്ചേ ഉണ്ടാവുള്ളൂ, ഒരു 5 or 6 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ 5 ഇഞ്ചേ ഇതിനുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 5 ഇഞ്ച് എടുക്കണുള്ളൂ. ഈ തുണി നിങ്ങൾക്ക് 6 or 7 ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പഫ് ഉണ്ടാവും. എനിക്ക് വേണ്ട, ഞാൻ 5 ഇഞ്ച് എടുക്കുള്ളൂ. പിന്നെ ഈ ഒരു സ്ലീവ് ഓപ്പണിൻ്റെ ഭാഗത്തും ഇതുപോലെ 5 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കൊടുക്കുമ്പോൾ ഇതിൻ്റെ സീം അലവൻസും കൂട്ടിയിട്ടാണ് ഇതിൽ വരിക കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്ര തുണിയാണ് ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിനനുസരിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സീം അലവൻസ് ഇതിൽ വരും. ഇങ്ങനെ തയ്ക്കുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പുറത്ത് വരച്ചില്ലേ, അതിൻ്റെ ഇപ്പുറത്തെ പോയിൻറ്റിൽ കൂടെ ഒന്ന് കർവ് ഷേപ്പിൽ ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നാൽ മാത്രമാണ് ഒരു നല്ല ഷേപ്പായിട്ട് നമ്മുടെ ആ സ്ലീവിൻ്റെ ഭാഗത്ത് നിൽക്കുള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. ആ സ്ട്രെയിറ്റിൽ നിന്ന് കർവ് ഷേപ്പാക്കി കൊടുക്കുക. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു ഭാഗം ഒരു 5 ഇഞ്ചിൻ്റെ ഫ്രിൽസ് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത്. സീം അലവൻസ് ഓയിലുണ്ട്. നമ്മൾ ഇതൊന്ന് എടുക്കുക കേട്ടോ. നമ്മൾ ആ ഒരു ഇനി നമ്മൾ ആ ഒരു ഫ്രിൽസ് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഫ്രിൽസൊക്കെ ഇട്ട് നമ്മൾ കൊണ്ടുവരണം കേട്ടോ. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് സ്ലീവിൻ്റെ ഭാഗത്തും ഇപ്പുറത്ത് വിടണം. അപ്പോൾ രണ്ട് ഭാഗത്തും ഇതുപോലെ ഒരു ലോങ് സ്റ്റിച്ച് നമ്മുടെ മെഷീനിൽ ഏറ്റവും ലോങ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. നമ്മൾ ലോക്ക് ചെയ്യാണ്ട് വേണം കൊടുക്കണല്ലോ. ആദ്യം തന്നെ ലോക്ക് ചെയ്യരുത്. ലോക്ക് ചെയ്യാതെ കൊടുത്ത് നമ്മൾ അതിൽ നിന്ന് ഒരു നൂലെടുത്തിട്ട് നമ്മൾ ഇതുപോലെ വലിക്കുക. അപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. ഇതുപോലെ ഒന്ന് വലിച്ച് നമ്മൾ അവിടെ ഫ്രിൽസ് ഉണ്ടാക്കുക. അതുപോലെ സ്ലീവ് ഓപ്പണിൻ്റെ ഭാഗത്തും ഇതുപോലെ വെച്ച് നമ്മുടെ ആ ഒരു ആം ഹോളിനോട് കറക്റ്റായിട്ട് ചേർത്ത് നമ്മൾ ഒപ്പം വെച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനതുപോലെ എടുത്തു. അതിനുശേഷം നമ്മുടെ ആ സ്ലീവ് ഓപ്പണിൻ്റെ ഭാഗത്ത് ഞാനൊരു പട്ട വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 5 ഇഞ്ചാണ് വീതി. അപ്പോൾ ആ ഒരു 5 ഇഞ്ച് നമ്മൾ ആ സ്ലീവ് ഓപ്പണിൻ്റെ ചീത്തപ്പുറത്താണ് വെക്കുന്നത് കേട്ടോ. നമ്മളെ ചീത്തപ്പുറത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ചീത്തപ്പുറമാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല ചീത്തപ്പുറം നല്ല പുറം എന്നുള്ളത്. അപ്പോൾ ചീത്തപ്പുറത്ത് വെച്ചിട്ട് നമ്മളൊന്ന് 1/2 ഇഞ്ചിൽ തയ്ച്ച് ഫ്രണ്ടിലോട്ട് മടക്കി കൊടുക്കുകയാണ് കേട്ടോ. അത് ഞാൻ പല ഇതിൽ ചെയ്തതുകൊണ്ടാണ് ഞാനത് സ്റ്റിച്ചിങ് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ തയ്ച്ചെടുത്തു. ഒരു പട്ടയ്ക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ ഇതുപോലത്തെ സ്ലീവ് വേണമെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ കണ്ടു നോക്കിയോളൂ. അപ്പോൾ ഇതുപോലെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ടെന്ന്. അതുപോലെയാണ് ചെയ്യുക. ഞാൻ എപ്പോഴും ചെയ്യണ പോലെ ഞാൻ ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ സാധാരണ ഒരു കുർത്തി പോലെ നമുക്ക് തയ്ക്കാം. ഇപ്പോൾ ഇത് അറിയാത്തവർക്കാണ്. ഇപ്പോൾ ഞാനിത് പ്രത്യേകിച്ച് വെറൈറ്റികളൊന്നുമില്ല ഇതിന്. നല്ല ഓർഗാൻസ കൊണ്ട് നമ്മളെപ്പോലുള്ള അമ്മമാർക്കൊക്കെ തയ്ക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ആണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പറയത്തക്കതൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഇതുപോലൊരു സിമ്പിൾ കുർത്തിയാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക. ഓർഗാൻസ ക്ലോത്തൊക്കെ എടുത്ത് ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് യൂസ്ഫുൾ ആവാൻ തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ.